ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് വിഷ്ണു, ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗമായിരിക്കുന്ന സഖാവ് RB രാജീവ് കുമാർ, ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഡിവൈഎഫ്ഐയുടെയും മറ്റ് ഇതര ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും നേതാക്കന്മാരെ, പ്രവർത്തകരെ, ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിച്ചതിനെ സംബന്ധിച്ച് ഇവിടെ ഉദ്ഘാടക പ്രാസംഗികൻ സൂചിപ്പിച്ചു. കേവലം കൂടൽ പോലീസ് സ്റ്റേഷനിൽ മാത്രം നടക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന, നടക്കാൻ വേണ്ടി പോകുന്ന ഒരു സംഭവവികാസമല്ല. കേരളത്തിനകത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലിരുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ പോലീസ് നയം വളരെ വ്യക്തമായി ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കൃത്യമായി നിയമം പാലിക്കുക എന്ന ഉത്തരവാദിത്തമായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം പോലീസിനുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോ അവസ്ഥ മാറിയിരിക്കുകയാണ്. കേരളത്തിലെ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം UDFന്റെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും അവരുടെ പിണിയാളുകളായി പ്രവർത്തിക്കുകയാണ് ഇന്ന് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, കാക്കിയിട്ട ഏമാന്മാർ. ഇവിടെ ഡിവൈഎഫ്ഐ ഈ പ്രതിഷേധ സമരം മാർച്ച് സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഇവിടെ ഒരു സ്കൂൾ വിദ്യാർത്ഥിനി ഒരു പരാതി നൽകി. ആ പരാതിയിന്മേൽ അന്വേഷണം നടക്കണം. ഞങ്ങൾക്ക് അതിനകത്തിൽ വ്യത്യസ്ത അഭിപ്രായമില്ല, ഡിവൈഎഫ്ഐക്ക് വ്യത്യസ്ത അഭിപ്രായമില്ല. ഒരു പരാതി ഒരു പെൺകുട്ടി തന്നാൽ, അതും പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി ഒരു പരാതി കൊടുത്താൽ, ആ പരാതിയിന്മേൽ സമഗ്രമായ അന്വേഷണം വേണം. എന്നാൽ ആ അന്വേഷണത്തിന് പകരം ഈ കൂടൽ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ, കാക്കിയിട്ട ഏമാന്മാർ, അവർ ഈ അന്വേഷണം നടത്തുന്നതിന് പകരം മുൻവിധിയോടുകൂടി ആ പെൺകുട്ടി പരാതി കൊടുത്ത ആരുടെയൊക്കെ പേരിലാണോ പരാതി കൊടുത്തിട്ടുള്ളത്, ആ സ്കൂൾ വിദ്യാർത്ഥികളെ അവരുടെ യാതൊരു തരത്തിലും ഉള്ള അവരുടെ പശ്ചാത്തലം പരിശോധിക്കാതെ 3 മണിക്ക്, വെളുപ്പാങ്കാലത്ത് 3 മണിക്കും 4 മണിക്കും വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ബാലാവകാശ കമ്മീഷൻ അടക്കം ഇടപെടേണ്ടുന്ന കേസാണ്, നിയമവിരുദ്ധമാണ്, കുട്ടികളുടെ അവകാശങ്ങളുടെ മേലുള്ള നഗ്നമായ ലംഘനമാണ്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളെ ഒരു പോലീസ് കേസിന്റെ ഭാഗമായി, അന്വേഷണത്തിന്റെ ഭാഗമായി വിളിച്ചു വരുത്തേണ്ടതിന്റെ നടപടിക്രമങ്ങളുണ്ട്. അതറിയാത്തവരല്ല കൂടൽ പോലീസ് സ്റ്റേഷനിലേക്ക് ആക്കിയിട്ട് ഏമാന്മാർ, SI ഉൾപ്പെടെയുള്ള ആളുകൾ. അതൊന്നും, ആ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ, ആ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായി പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളെ വീടുകളിൽ കയറി അറസ്റ്റ് ചെയ്യുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെയാണ് ഡിവൈഎഫ്ഐ ഒന്നാമതായി ഇവിടെ ഈ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നത്. രണ്ടാമത് എന്താണ്, ഒരു യുവാവിനെ, 21 വയസ്സുള്ള ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്യുന്ന നിലയുണ്ടായി. ആ യുവാവിനെ അറസ്റ്റ് ചെയ്യുകയും അയാൾ ഹൃദ്രോഗിയാണ് എന്ന് പറഞ്ഞപ്പോ അതൊന്നും വകവെക്കാതെ, സാധാരണഗതിയിൽ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്താൽ പോലീസ് സ്റ്റേഷനിലാണ് അവരെ കൊണ്ടുവരേണ്ടത്. ആ യുവാവിനെ കൊണ്ടുവന്നത് എവിടെയാണ്? പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയതിനു ശേഷം അന്വേഷണത്തിന്റെ ഭാഗമായി തൊട്ടടുത്ത പോലീസ് ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോവുകയാണ്. പോലീസ് ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോകുക മാത്രമല്ല, ആ ചെറുപ്പക്കാരൻ, അദ്ദേഹം ഹൃദ്രോഗിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇന്നലെ കേരളത്തിലെ മുഖ്യധാര ചാനലുകളെല്ലാം അതിന്റെ വാർത്ത വിശ്വസിച്ചു കൊടുത്തു. ആ ചെറുപ്പക്കാരന്റെ നെഞ്ച് കീറി മുറിച്ചു വെച്ചിരിക്കുകയാണ്. ഹൃദ്രോഗിയാണ്, ഹൃദ്രോഗത്തിന് ചികിത്സ നേടുന്നയാളാണ് എന്ന് പറഞ്ഞിട്ട് പോലും ഒരു മര്യാദയുമില്ലാതെ ബൂട്ട്സിട്ട് ചവിട്ടുന്ന, അതോടൊപ്പം തന്നെ കൈക്കും കഴുത്തിനും കുത്തിപ്പിടിക്കുന്ന, വൈറ്റത്ത് തൊഴിക്കുന്ന നികൃഷ്ടമായ പോലീസ് മുറയാണ് കൂടൽ പോലീസ് ഇന്നലെ സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ഈ കൂടൽ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നടത്തിയിട്ടുള്ള പ്രതിഷേധ സമരം ഒരു സൂചനാ സമരമാണ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ട പൊതുപ്രവർത്തകരായിട്ടുള്ള ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരെ, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പോലീസുകാരെ, ഈ നാട്ടുകാരോട് ഞങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്, 10 വർഷക്കാലം മുമ്പ്
ഉമ്മൻചാണ്ടി സംസ്ഥാനത്തിനകത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രമേശ് ചെന്നിത്തലയും മാറി മാറി ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ പോലീസ് സ്വീകരിച്ചിരുന്ന നിലപാടാണ് VD സതീശന്റെ ഗവൺമെന്റിന്റെ കീഴിൽ കൂടുതൽ പോലീസിനെയും അതുപോലെ തന്നെ കേരളത്തിലെ പോലീസിനെയും ഏമാന്മാർ സ്വീകരിക്കുവാൻ വേണ്ടി പോകുന്നത് എങ്കിൽ ഡിവൈഎഫ്ഐയുടെ ശക്തമായ പ്രതിഷേധവും സമരങ്ങളും ഇത്തരത്തിലുള്ള മാർച്ചുകളും നിങ്ങൾക്ക് നിരന്തരം കാണേണ്ടതായിട്ട് വരും. പ്രിയപ്പെട്ടവരെ, മൂന്നാം മുറയും ഇടിമുറിയും കേരളത്തിൽ തിരിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്ന് നാം ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാം മുറ അതുപോലെ തന്നെ ഈ ഇടിമുറികളും നിങ്ങൾ കേരളത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ യാതൊരു സംശയവും വേണ്ടതില്ല, ഈ പോലീസ് സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങുവാൻ ഡിവൈഎഫ്ഐയുടെ ജില്ലയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ അനുവാദം നിങ്ങൾക്ക് വാങ്ങേണ്ടുന്ന സ്ഥിതി വരുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്